ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ അനിര നക്ഷത്രത്തെ പറ്റിയുള്ള വിഷുബലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനിര നക്ഷത്രക്കാർ നക്ഷത്രങ്ങളിൽ തന്നെ നല്ലൊരു ഏറ്റവും നല്ല നക്ഷത്രം എന്നാണ് അനിര നക്ഷത്രത്തെ പറ്റി പറയുന്നത്. എന്ത് കാരണം എന്ന് എനിക്കറിയില്ല. അനിര നക്ഷത്രം ഏറ്റവും നല്ല നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിലെ അനിര നക്ഷത്രക്കാരെ ശരിക്കും പറഞ്ഞാൽ അവർ ജനിക്കുന്നതിന് ശനി ദശയിലാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് അവരെല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരായിരിക്കും. ശനി ദശയിൽ ശനി കൊണ്ടുള്ള നല്ലതും ചീത്തയും എല്ലാ കാര്യങ്ങളും ചെറുപ്പകാലത്ത് തന്നെ അന്വേഷിച്ച് തീർക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ശനിദശ കഴിഞ്ഞാൽ വരുന്നത് ബുധദശയായതുകൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനിഴ നക്ഷത്രക്കാർക്ക്. ഈ അനിഴ നക്ഷത്രക്കാർ സാധാരണഗതിയിൽ വളരെ ഇത് അനിഴ നക്ഷത്രം ശരിക്കും പറഞ്ഞാൽ അതും ഈ വൃശ്ചിക രാശിയിൽപ്പെട്ടതാണല്ലോ അനിഴം. അപ്പോൾ വൃശ്ചിക രാശിക്കാരുടെ എല്ലാ സ്വഭാവവും അവർ അനിഴ നക്ഷത്രത്തിലുണ്ടാവും. അവർ വളരെ അവരെ വിശ്വസിക്കാം. അവർ സത്യത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നവരാണ്. വളരെ ട്രൂത്ത്ഫുള്ളായിരിക്കും. അവരെ വിശ്വസിച്ചിട്ട് ഏത് കാര്യങ്ങളും നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കും. അവർ ആഴമുള്ള ചിന്താഗതിക്കാരായിരിക്കും. അവർ ആത്മസംയമനം പാലിക്കുന്നവരായിരിക്കും. ഇത് മിശ്ര ഫലങ്ങൾ നൽകുന്ന വർഷമായിരിക്കും 2025. അവരുടെ ഔദ്യോഗികം, സാമ്പത്തികം, ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ആരോഗ്യം എന്നിവയിലൊക്കെ നല്ല വളർച്ച കാണും. ചില വെല്ലുവിളികൾക്കും അവരെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുന്നത് വിജയത്തിനുള്ള വഴി ഒരുക്കും. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുന്നത് വിജയത്തിനുള്ള നല്ല വഴി ഒരുക്കും. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ജോലിയും കുടുംബജീവിതവും സംബന്ധിച്ച് അനുഭവപ്പെടാനുള്ള സാധ്യത. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ജോലിയിലും കുടുംബജീവിതത്തിലും വരാനുള്ള സാധ്യതയുണ്ട്. സ്വന്തമായ കഴിവുകൾ ഉപയോഗിച്ച് വളർച്ച നേരിടാൻ ശ്രമിക്കും. നല്ല അവസരങ്ങൾ കൈവരിക്കാൻ തീർച്ചയായ ശ്രമം ആവശ്യമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. പ്രവർത്തനക്ഷമത, പ്രമോഷനുകൾക്കും പുതിയ ഉത്തരവാദിത്വങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രവാസ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങൾക്ക് വിജയകരമായിരിക്കും. നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച കിട്ടാൻ സാധ്യതയുണ്ട്. മുൻകൂർ പദ്ധതികൾ തയ്യാറാക്കി വേണം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ. വിജയങ്ങൾ ലക്ഷ്യമാക്കി കഠിനമായി പ്രവർത്തിക്കുക. വിജയങ്ങൾ കിട്ടും. 2025 സാമ്പത്തികമായി നല്ല വരുമാനം നൽകുന്ന വർഷമാണ്. സ്ഥലവിക്രയങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവയിൽ നിക്ഷേപം നിർദ്ദിഷ്ട നേട്ടം കിട്ടും. സ്റ്റോക്ക് മാർക്കറ്റിലും സ്ഥലങ്ങളിലും ഭൂമി മേടിച്ച് വിൽക്കുന്നതിലൊക്കെ നിർദ്ദിഷ്ടമായ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ജൂലൈ മുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയും. ജൂലൈ കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയും. വളരെയധികം ചെലവിടുന്നത് ഒഴിവാക്കണം. ഇപ്പോൾ നമ്മൾ കൂടുതൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ലവണ്ണം ഒഴിവാക്കുക. ജൂലൈ മുതൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയുവാൻ സാധ്യതയുണ്ട്. ലാഭകരമായ നിക്ഷേപം കണ്ടെത്തണം. മിതവ്യയം, നിങ്ങൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ മിതവ്യയം വളരെ കുറവാണ്. അപ്പം മിതവ്യയം പ്രാവർത്തികമാക്കണം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കണം. പ്രണയബന്ധങ്ങൾ വിഷമതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകൾ കരുതലോടെ കൈകാര്യം ചെയ്യുക. വിഷമതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കൂട്ടുകാർ കാരണം. അപ്പോൾ അത് കാരണം കൂട്ടുകെട്ടുകൾ കരുതലോടുകൂടി കൈകാര്യം ചെയ്യുക. കുടുംബ പ്രശ്നങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചിലപ്പോൾ മാനസികമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ശരിക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാവും. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. തീർച്ചയായ സംവാദങ്ങൾ വഴി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. കുടുംബത്തിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അനിശ്ചിതമായ ഭക്ഷണശീലങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ആഹാരം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മെഡിറ്റേഷൻ ശീലമായിരിക്കണം. വയസ്സായവർക്ക് വ്യത്യസ്തമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പരിശോധനകൾ ശരിക്കും നടത്തുക. ശരീര ഉല്ലാസത്തിനായി വ്യായാമം ചെയ്യുക. ഉറച്ച മനോഭാവം, ഓരോ തീരുമാനവും സൂക്ഷ്മതയോടുകൂടി എടുക്കുക.
സമയസൂചിതമായ തീരുമാനങ്ങൾക്കായി പ്രസക്തരായ വിദഗ്ധരുമായി ആലോചിക്കുക. കാരണം നിങ്ങൾക്ക് ടൈം മാനേജ്മെൻ്റ് എന്നൊക്കെ പറയുമല്ലോ, അതിൽ നിങ്ങൾക്ക് ഒത്തിരി കുറവാണ്. അതുകൊണ്ട് കൂടുതൽ അത് പരിചയമുള്ളവരുമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ ടൈം ശരിക്ക് മാനേജ് ചെയ്യുക. കുടുംബത്തോടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ആരോഗ്യത്തിന് മുൻഗണന നൽകണം. അനിഴ നക്ഷത്രക്കാർക്ക് പ്രയത്നത്തോടെ മുന്നോട്ട് പോകുമ്പോൾ വിജയങ്ങളും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുന്ന വർഷമാണ് ഇത്. പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് അഭിമുഖീകരിക്കേണ്ടി വരും. മാനസിക സമ്മർദ്ദം ഉണ്ടാവാം, അതും നിങ്ങൾ നല്ലവണ്ണം അഭിമുഖീകരിക്കും. പേടിക്കേണ്ട, നല്ല വർഷം തന്നെയാണ് 2025.